നേരത്തെ പറഞ്ഞ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ ഏതൊക്കെ അതിനകത്ത് മറ്റേ കുറച്ച് കമൻറ്റുകൾ കണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പറയുന്ന പോലെ ഭാര്യയൊന്നുമല്ല ഈ ഒരു താഴേക്ക് പോക്കിൻ്റെ കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞത് 2008-ലാണ്. ഞാൻ പറയുന്ന ഈ ഒരു ഡൗൺഫോൾ എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 99-2000 കാലഘട്ടം തൊട്ടാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താ പറയുക, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോക്കുമല കയ്യിലിരുന്നിട്ട് നമ്മൾ ചോക്ക് അന്വേഷിച്ചു പോയി എന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടല്ലേ, അതേപോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും. കാരണം ഞാൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്യണത്. അത് ഞാൻ 99 പാസ്സാവുന്നു. പാസ്സായ ഉടനെ തന്നെ അന്നത്തെ IT ബൂമൊക്കെ നല്ല പീക്കിൽ നിൽക്കുന്ന കാലഘട്ടം. അപ്പോൾ നമ്മൾ ആ IT ഇതിനകത്തേക്ക് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോവുകയാണ്. സ്റ്റുഡിയോയുടെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നില്ല. പക്ഷേ ഈ സ്റ്റുഡിയോ മേഖല അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി മേഖലയിലും ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ IT ബേസിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാണ്ട് പോയി എന്നുള്ളതാണ് ഈ ഒരു എന്താ പറഞ്ഞ ഒരു വില്ലൻ റോളായിട്ട് അവിടെ ശരിക്കും പറയാൻ പറ്റുന്നത്. അതായത് 99 വരെ ശരിക്കും ഫോട്ടോ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 2000 വരെ, 99 2000 വരെയൊക്കെ ഫോട്ടോ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഒരു അനലോഗ് പ്രിന്റിംഗ്, നമ്മൾ നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് അടിക്കുന്നു. ഒരു 2000-2001 കാലഘട്ടത്തിലാണ് ഡിജിറ്റൽ പ്രിന്റിംഗ് എന്നുള്ളത്. അതായത് നെഗറ്റീവുകൾ എന്ന് പറയുന്നത് പതുക്കെ കാലഹരണപ്പെടുകയും ഡിജിറ്റൽ പ്രിന്റിംഗ്, അതായത് ലേസറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് ഡിജിറ്റൽ പ്രിന്റിങ്ങിലേക്ക് വരുന്നു. നെഗറ്റീവുകൾക്ക് പകരം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, അതായത് സെൻസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റൽ മെത്തേഡ്സിലുള്ള ഫോട്ടോഗ്രാഫി വരുവാണ്. ആ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയായിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന ഈ വില്ലൻ ഇല്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു തുടങ്ങുന്നത്. ആ ഒരു സ്പേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിംഗ് മേഖലയിലാണെങ്കിലും ഫോട്ടോഗ്രാഫി മേഖലയിലാണെങ്കിലും നമ്മളുടെ ആ മാർക്കറ്റ് ഷെയർ പതുക്കെ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് കറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് അവരുടെ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്തു, നമ്മളുടെ ബിസിനസ് കുറഞ്ഞു വന്നു. ഇതാണ് ശരിക്കും ആ ഒരു പീരീഡ്. അതായത് 2000 തൊട്ട് ഏകദേശം ഒരു 2007 വരെയുള്ള ഒരു കാലഘട്ടം. ഈ ഒന്നേന്ന് തുടങ്ങുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എടുക്കുന്നത് മുതൽ പ്രിന്റിങ് മറ്റുള്ള മേഖലകളെല്ലാം ഒന്നേന്ന് പഠിച്ചെടുക്കേണ്ടി വന്നു. പുതിയതായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ പഠിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഗുരുസ്ഥാനീയരായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കാണേണ്ട സാഹചര്യങ്ങളുണ്ടായി. അതിലിപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് ഫോട്ടോഗ്രാഫി മേഖലയിൽ മൺമറഞ്ഞു പോയ നമ്മുടെ കളർ ഹൗസിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള വർഗീസേട്ടൻ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ്, നിന്നെ മോന്തയ്ക്ക് അടിക്കുകയും ഇത്ര നാളൊക്കെ നീ എന്തൊന്നും കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് അത് പകുതി തമാശയായിട്ടും പകുതി വിഷമത്തോടു കൂടിയൊക്കെയാണ് എടുത്തെങ്കിലും ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഇൻസ്പിറേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ കാലഘട്ടത്തിൽ കഴിവ് തെളിയിച്ച് എല്ലാ മേഖലയിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്നെ വളരെ സരസമായിട്ട് ഒരു ഉപദേശ രീതിയിലാണ് ഇത് പറഞ്ഞത്. അത് ഞാൻ അതിന് തികഞ്ഞ ഒരു ആത്മാർത്ഥതയോടുകൂടി ഞാനത് ഏറ്റെടുക്കും. പിന്നീട് ഞാൻ ആ മേഖലയിലുള്ള എല്ലാ ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോ എടുക്കുന്നത് മുതൽ ഏറ്റവും നൂതനമായ ക്യാമറകൾ ഉപയോഗിക്കാനും, അതേപോലെ തന്നെ പ്രിന്റിങ്ങിലാണെങ്കിലും മെഷീനറിയുടെ മെയിൻ്റനൻസിലാണെങ്കിലും, അതേപോലെ സോഫ്റ്റ്വെയർസ് ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം പോലുള്ള സോഫ്റ്റ്വെയർസ് പഠിക്കുന്നതിലാണെങ്കിലും എല്ലാം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. അതിൽ നമ്മൾ തരക്കേടില്ലാത്ത രീതിയിൽ നമുക്കതിനകത്ത് ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാനും ശ്രമിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു ചോദ്യമാണ്. നമ്മൾ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു മേഖലയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്തത് ശരിക്കും അതിന് ശേഷം ഈ 2007-2008 കാലഘട്ടത്തിലാണ് തിരിച്ചു വീണ്ടും ഞാൻ ശരിക്കും സജീവമായിട്ട് ഫോട്ടോഗ്രാഫി മേഖലയിൽ ഇടപെട്ട് തുടങ്ങിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ തുടങ്ങി ഒരു കൊല്ലത്തിനകം ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മുന്നേ നടന്നവർ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇപ്പോഴും ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് മുന്നേ നടന്ന എൻ്റെ വെല്ലിച്ചനാണെങ്കിലും എൻ്റെ ചെറിയച്ഛനാണെങ്കിലും ഇവരെല്ലാവരും ചെയ്ത ഒരു ഇതെന്ന് പറയുന്നത് ഗണേഷ് സ്റ്റുഡിയോയ്ക്ക് ഈ മേഖലയിൽ അളക്കാൻ പറ്റാത്ത ഗുഡ്വില്ലാണ് ഉണ്ടാക്കി തന്നതാണ്. ഗണേഷ് സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ശരിക്കും ആ ഗുഡ്വില്ലാണ്. അതിൻ്റെ മുകളിൽ വേറെ ഇനിയിപ്പം ഒരു ക്യാപിറ്റലും ഇല്ലെങ്കിലും നമുക്കൊരു തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു ബേസ് ആയിരുന്നു ശരിക്കും ഈ മുന്നേ നടന്ന ഇവരെല്ലാവരും കൂടി ഗണേഷ് സ്റ്റുഡിയോയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നീട് എൻ്റെ നേതൃത്വത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഗ്രാഫ് ഉയർത്താനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കുന്നത്. ബാക്കിയുള്ള ഏതൊരു സ്കില്ലിനപ്പുറത്തേക്കും. കാരണം ഞാൻ പല കാര്യങ്ങൾക്കും ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ഗണേഷ് സ്റ്റുഡിയോ ആയിട്ടൊരു ബന്ധം അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ചിലപ്പോൾ പാസ്പോർട്ട് സൈസ് എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ പ്രിന്റ് അടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിന് കവർ ചെയ്യാനായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഗണേഷ് സ്റ്റുഡിയോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു ജനത ആലുവ നഗരത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ്, അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഭയങ്കര വലിയൊരു ഊർജ്ജമായിരുന്നു. ശരിക്കും ആ ഒരു ഊർജ്ജത്തിന്മേൽ നിന്നുകൊണ്ടാണ് പിന്നീട് ഞാൻ നടത്തിയ അപ്ഗ്രേഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്ഗ്രേഡുകളെല്ലാം സക്സസ്ഫുൾ ആയിരുന്നോ, പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തിയോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ പതുക്കെ നമ്മൾ മാർക്കറ്റിൽ തിരിച്ചു കയറാനുള്ളൊരു സാഹചര്യം, ആ സാഹചര്യം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാണ് ഇന്ന് ഈ നിലയിൽ ഗണേഷ് സ്റ്റുഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി
അടുത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ യുവതലമുറയുടെ ആവശ്യങ്ങളെല്ലാം മുന്നിൽ കണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ മറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റീൽസ് അങ്ങനത്തെ സംസ്കാരമുണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് പല അപ്ഗ്രേഡുകളും ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ മാർലൂപ്പ് എന്നൊക്കെ പറയുന്ന കമ്പനി അതിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഏറ്റവും നല്ല മുന്നോട്ടുള്ള പോക്കിന് അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും വളരെ വലുതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ഗണേഷ് സ്റ്റുഡിയോയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു വലിയൊരു മാറ്റത്തിലേക്കായിരിക്കും ഈ ചുവടുവെപ്പ് മാറാൻ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ സർവീസസും കൊടുക്കുന്നുണ്ട്. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി മുതൽ ലൈവ് ടെലികാസ്റ്റ് വരെ അല്ലെങ്കിൽ ലൈവ് വെബ്കാസ്റ്റ് വരെയുള്ള ഇന്നത്തെ നൂതന സംവിധാനങ്ങളെല്ലാം തന്നെ ഞങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം, പഴയതുപോലെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടല്ല ഇന്നത്തെ ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കവർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമർ എവിടെയാണോ അവിടെ പോയി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്കും കൂടി നമ്മൾ മാറുകയാണ്. എല്ലാ രീതിയിലും പുതിയ മുഖം, പുതിയ ബ്രാൻഡിങ്, അതേപോലെ എല്ലാ രീതിയിലും നമ്മൾ പുതിയതായ ഒരു മുഖത്തോടു കൂടി ഒരു വളരെ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന സർവീസുകൾ കൂടാതെ പുതിയതായി നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അതിൽ ഞങ്ങളോടൊപ്പം പരമാവധി സഹകരിക്കുക. ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളും ഇതിൻ്റെ ഭാഗമാകുക. നമുക്ക് ഒന്നിച്ച് വിജയിച്ച് മുന്നേറാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളെ ഏവരെയും ഇതിന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.